നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സീല ദിലീപ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൈപുണി വികസന കേന്ദ്രം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി GVHSS ചേർപ്പ് സ്കൂളിൽ തുടക്കം കുറിച്ച ഇലക്ട്രീഷ്യൻ, ഡൊമസ്റ്റിക് സൊല്യൂഷൻ, കോസ്മെറ്റോളജി എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ ഉദ്ഘാടനം നടന്നു. പാറളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിവരുന്ന പ്രഭാത ഭക്ഷണ പരിപാടി 5ാം വർഷത്തിലേക്ക്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഈ അധ്യയന വർഷത്തെ പ്രഭാത ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. റോഡിൽ അപകട ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായില്ല. സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽപ്പെട്ടു. വല്ലച്ചിറ പഞ്ചായത്തിലെ ഷാപ്പു ജംഗ്ഷൻ മുതൽ തൈക്കാട്ടുശ്ശേരി വരെയുള്ള റോഡിൽ പൊതുജനങ്ങൾ ദുരിതയാത്ര തുടരേണ്ട ഗതികേടിൽ. വാർത്തകൾ വിശദമായി. കേരള സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൈപുണി വികസന കേന്ദ്രം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി GVHSS ചേർപ്പ് സ്കൂളിൽ തുടക്കം കുറിച്ച ഇലക്ട്രീഷ്യൻ, ഡൊമസ്റ്റിക് സൊല്യൂഷൻ, കോസ്മെറ്റോളജി എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ ഉദ്ഘാടനം നടന്നു. നാട്ടിക നിയോജക മണ്ഡലം MLA CC മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ പഴയകാലത്തേക്ക് പോകുകയാണെങ്കിൽ തന്നെ നമ്മുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട്. മറ്റുള്ള സംസ്ഥാനം വ്യത്യസ്തമായി നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷമുള്ള നമ്മുടെ എല്ലാ കുട്ടികളും അറിയേണ്ടതാണ്, കേരള സംസ്ഥാനം രൂപീകരിച്ച ഒരു കാലഘട്ടമുണ്ട്. ആ രൂപീകരിക്കാനുള്ളൊരു കാലഘട്ടം ഉണ്ടാകുന്നത് തന്നെ ധീരോക്തമായ സമര പ്രവർത്തനം നടത്തിയിട്ടാണ് നമ്മുടെ കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടത്. ആ രൂപീകരണത്തിൽ തന്നെ വലിയ ചരിത്രപരമായ ദൗത്യം നമ്മുടെ ജനങ്ങൾ, നമ്മുടെ പഴയ തലമുറ ഏറ്റെടുത്ത മുദ്രാവാക്യമാണ് ഒരു പ്രവർത്തന ശൈലി. നമ്മുടെ തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധികൾക്ക് ഒരു പ്രവർത്തന ശൈലി ഉണ്ടാക്കണമെന്നതിൻ്റെ അടിസ്ഥാനത്തിൽ 1957 നമ്മുടെ പുതിയ സംസ്ഥാനം ഉണ്ടാകുകയും ആ കാലഘട്ടത്തിലാണ് സ്വകാര്യ ബാലറ്റ് പേപ്പറിൽ കൂടി ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ ഇന്ത്യക്ക് തന്നെ മാതൃകയായി ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ലോകത്തിന് തന്നെ മാതൃകയായി സ്വകാര്യ ബാലറ്റ് പേപ്പറിൽ കൂടെ അധികാരത്തിൽ വന്ന ഏതൊരു സംസ്ഥാനം നമ്മുടെ കേരള സംസ്ഥാനമാണ്. ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി ചടങ്ങുകൾക്ക് അധ്യക്ഷത വഹിച്ചു. തൃശൂർ DPCSSK ഡോക്ടർ NJ ബിനോയ് വിദ്യാർത്ഥികൾക്കായി നൈപുണി വികസന കേന്ദ്രത്തിന്റെ ദൗത്യവും ലക്ഷ്യങ്ങളും ബന്ധപ്പെട്ട് പദ്ധതി വിശദീകരണം നടത്തി. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ STC, സ്കിൽ ടു വെൻഡർ എന്നീ കോഴ്സുകൾ, ഉദ്ദേശങ്ങളും ഗവൺമെന്റിന്റെ നയങ്ങളുമായി ബന്ധപ്പെടുത്തി പദ്ധതിയുടെ പ്രവർത്തനങ്ങളും വിശദീകരിച്ചു. PTA പ്രസിഡന്റ് അലക്സി MS, ചെർപ്പ് BRC BPC ഇൻചാർജ് ബിനി KR, SMC ചെയർമാൻ ഷമീർ, സ്റ്റാഫ് സെക്രട്ടറി ഹേമ K, സബ്ജക്ട് എക്സ്പേർട്ട് ഇലക്ട്രീഷ്യൻ, ഡൊമസ്റ്റിക് സൊല്യൂഷൻ സുകുമാരൻ, സബ്ജക്ട് എക്സ്പേർട്ട് കോസ്മെറ്റോളജിസ്റ്റ് സൗമ്യ, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, MPTA പ്രസിഡന്റ് രേഖ, OSA പ്രസിഡന്റ് ബീന രവീന്ദ്രൻ, SDC കോർഡിനേറ്റർ MV അഞ്ജലി എന്നിവർ സംസാരിച്ചു. പാറളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിവരുന്ന പ്രഭാത ഭക്ഷണ പരിപാടി 5ാം വർഷത്തിലേക്ക്. പാറളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഈ അധ്യയന വർഷത്തെ പ്രഭാത ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലയിൽ തന്നെ അപൂർവം സ്കൂളുകളിൽ മാത്രമേ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കുന്നുള്ളൂ. അതിൽ ചെർപ്പ് വിദ്യാഭ്യാസ ഉപജില്ലയിൽ പാറളം ഗ്രാമപഞ്ചായത്ത് മാത്രമാണ് മാതൃകാ പദ്ധതിയായ പ്രഭാത ഭക്ഷണ പദ്ധതി നടപ്പിലാക്കി തുടർന്നു വരുന്നത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ എങ്ങനെ വേറിട്ട ഇടപെടലുകൾ സാധ്യമാകുമെന്നതിന്റെ ഉദാഹരണമാണ് പാറളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിവരുന്ന പ്രഭാത ഭക്ഷണ പരിപാടി. കഴിഞ്ഞ 4.5 വർഷക്കാലമായി രാവിലെ 9:30
അധ്യയനം തടസ്സപ്പെടുത്താതെ സ്വാദിഷ്ടമായ വ്യത്യസ്ത ഇനം പ്രഭാത ഭക്ഷണം കുട്ടികൾക്ക് നൽകി വരുന്നു. ഇഡ്ഡലി, വെള്ളയപ്പം, ഉപ്പുമാവ് ഇവയിൽ ഏതെങ്കിലും കൂടെ കറിയും ഉണ്ടായിരിക്കും. വ്യത്യസ്ത സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾക്ക് ഇത് മധുരിക്കുന്ന ഓർമ്മകളാണ് സമ്മാനിക്കുന്നതെന്ന് സ്കൂൾ അധികൃതർ പറഞ്ഞു. ചടങ്ങിൽ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെയിംസ് പോൾ, വാർഡ് മെമ്പർ മിനു മുകേഷ്, ഹെഡ് മിസ്ട്രസ് ശ്രീജ TK, PTA പ്രസിഡന്റ് റോസ്മേരി അപേഷ് എന്നിവർ സംസാരിച്ചു. ഊരകം അമ്മ തിരുവടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. പ്രതിഷ്ഠാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി നടക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹത്തിന് ബ്രഹ്മശ്രീ വെങ്ങല്ലൂർ കേരളൻ നമ്പൂതിരി മുഖ്യാചാര്യനായും ബ്രഹ്മശ്രീ അവണൂർ ജയചന്ദ്രൻ നമ്പൂതിരി ഉപചാര്യനായും നേതൃത്വം നൽകി. പ്രതിഷ്ഠാദിനം വരെയുള്ള ദിവസങ്ങളിൽ സഹസ്രനാമജപം, സമൂഹ പ്രാർത്ഥന, പാരായണങ്ങളും പ്രഭാഷണങ്ങളും നടക്കും. സമാപന ദിവസം വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം ഗജവീരന്മാരുടെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പും നടക്കും. ചെറുശ്ശേരി പണ്ടാരത്തിൽ കുട്ടന്മാരാരുടെ നേതൃത്വത്തിൽ പഞ്ചാരി മേളം അരങ്ങേറും. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് VG ഉഷ, സെക്രട്ടറി സതീശൻ AK, ദേവസ്വം ഓഫീസർ സിജു വാസുദേവൻ, ക്ഷേത്രം ഉപദേശക സമിതി അംഗങ്ങൾ, ക്ഷേത്രം ഭാരവാഹികൾ എന്നിവർ നേതൃത്വം നൽകി. ഭഗവാൻ സദത്തഃ യൽപാദപങ്കജപരാഗപവിത്രദേഹായോഗധിമാപു ഉഭയീം യദുഹരിഹയാദ്യാഃ തപ്തം തപോ വിധലോകശിക്ഷയാമേയാദോ സനാൽസതപസ സജനുസനോഭൂത് പ്രാക്കൽപസംപ്ലവ വിനഷ്ടമിഹാത്മതത്വം സമ്യക് ജഗാദമനയോ യദജക്ഷതാത്മൻ ധർമ്മസ്യ ദക്ഷദുഹിതര്യജനിഷ്ഠമൂർത്തിയം നാരായണോ നരൈതി സ്വതപഃ പ്രഭാവ നൈഷ്കം. റോഡിൽ അപകട ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായില്ല. സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽപ്പെട്ടു. വല്ലച്ചിറ പഞ്ചായത്തിലെ ഷാപ്പു ജംഗ്ഷൻ മുതൽ തൈക്കാട്ടുശ്ശേരി വരെയുള്ള റോഡിൽ പൊതുജനങ്ങൾ ദുരിതയാത്ര തുടരേണ്ട ഗതികേടിൽ. PWDയും വാട്ടർ അതോറിറ്റിയും തമ്മിലുള്ള ഐക്യമില്ലായ്മ കൊണ്ട് റോഡിന്റെ അവസ്ഥ അതീവ ശോചനീയമാണ്. PWD പണിയും വാട്ടർ അതോറിറ്റി പൊളിക്കുമെന്ന സ്ഥിതി. ഇതോടെ പാടെ തകർച്ച നേരിടുന്ന റോഡിൽ പലയിടത്തും മെറ്റൽ കൂനകൾ കൂടി കൂട്ടിയിട്ടതോടെ യാത്രക്കാർ അപകട ഭീഷണി നേരിടുന്നുവെന്ന് പോയ വാരം മീഡിയ ഫോർ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു. നാട്ടുകാർ നിരവധി തവണ പരാതി പറഞ്ഞിട്ടും അധികൃതർ അതൊന്നും കണ്ടമട്ടില്ല. ഇതിനിടെ ഇന്നലെയാണ് ഇവിടെ സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽപ്പെട്ടത്. ഭാഗ്യമൊന്നുകൊണ്ട് മാത്രമാണ് വലിയ പരിക്കുകളില്ലാതെ ഇദ്ദേഹം രക്ഷപ്പെട്ടത്. വാട്ടർ അതോറിറ്റിയുടെ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനാൽ പ്രദേശത്ത് കുടിവെള്ള വിതരണവും മുടങ്ങിയ അവസ്ഥയാണെന്ന് പറയുന്നു. വാടകമടക്കം ഇക്കാര്യങ്ങളിൽ ഇടപെടുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. റോഡ് പണിയുമ്പോൾ സാമാന്യ മര്യാദ വേണ്ടേ? പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റോഡ് പണിയാനുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണ്. ജനങ്ങളുടെ അവകാശമാണ് യാത്ര ചെയ്യാൻ. എല്ലാവരും ഹെലികോപ്റ്ററിലുള്ള ആൾക്കാരല്ല, ഇവിടെ കാറിലും ബൈക്കിലും ഒക്കെ പോകുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ ഭീഷണി നീഭാഗം. ഞങ്ങളുടെ ഈ ഏരിയ 3 ആഴ്ചയായിട്ട് കുടിവെള്ളം ഇല്ലാതിരിക്കുക. എന്താ കാരണം വെച്ചാൽ ഈ റോഡ് വെട്ടിവിടുത്ത് പൈപ്പ് ലൈൻ ഉണ്ടാകായിരുന്നു. ഞങ്ങൾ ആരും എതിർത്തില്ല. കുടിവെള്ളത്തിൻ്റെ കാര്യമില്ലേ, മിണ്ടിയില്ല. പക്ഷേ ആ കുടിവെള്ളത്തിന് വേണ്ടിയിട്ട് പൈപ്പ് പൊട്ടിച്ചു വരും. എന്നിട്ട് ഞാനിവിടെ എഞ്ചിനീയർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു, മാഡം ഇതിങ്ങനെ വെട്ടിപ്പൊളിക്കുമ്പോൾ നിങ്ങളുടെ കയ്യിൽ സ്കെച്ചില്ലേ, പ്ലാനില്ലേ, എന്താ അതിങ്ങനെ ചോദിച്ചു. അവർ കൈമലത്തുക. ഒരു സ്കെച്ചും പ്ലാനൊന്നും ഇല്ലാണ്ട് റോഡ് വെട്ടിപ്പൊളിച്ച് കഴിഞ്ഞാൽ പൈപ്പ് ലൈൻ പൊട്ടായിരിക്കും. അപ്പോൾ വളരെ നിരുത്തരവാദപരമായിട്ടാണ് വല്ലത്ര പഞ്ചായത്തിൻ്റെ ഭാഗത്ത് ഈ റോഡ് പണിയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. ഇവിടുത്തെ വാർഡ് മെമ്പർ മദൻമോഹനുണ്ട്, 1-ാം വാർഡിൻ്റെ. അദ്ദേഹമാണ് ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്നത്. ഞാൻ ഇവിടെ പ്രധാന വാർഡിൻ്റെ മെമ്പർ രാജനെ വിളിച്ചു. അപ്പോൾ രാജന് ഇതിന് വലിയ റോളൊന്നുമില്ല. മെയിനായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നത് മദനമോഹൻ എന്നുള്ള 1-ാം വാർഡ് മെമ്പറാണ്. അപ്പോൾ അദ്ദേഹത്തെ കീഴിൽ വർക്കൊക്കെ നടക്കുന്നത് സൂപ്പർവിഷനും അങ്ങോട്ട് തന്നെയാണ്. എൻ്റെ ഒരു ബന്ധു കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒരു പരാതി കൊടുത്തിട്ടില്ല. പക്ഷേ നിരന്തരം ഇങ്ങനെ അപകടങ്ങൾ വരുമ്പോൾ എനിക്ക് പോലും അപകടം പോകും. ശരിക്കും മരണത്തിന് നഷ്ടപ്പെട്ടതാണ്. അപ്പോൾ ഇനി വൈകി കഴിഞ്ഞാൽ ഇനിയും ഒരുപാട് പേർക്ക് അപകടം ഉണ്ടാവാൻ സാധ്യത. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയ്ക്ക് തയ്യാറായി. ചേർപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിൽ ജ്വാല ബ്രൈഡൽ കോണ്ടസ്റ്റ് ടൈറ്റിൽ വിന്നർ അൻസില കരീമിനെ അനുമോദനം നൽകി ആദരിച്ചു. ചേർപ്പ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് KK ഭാഗ്യനാഥൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചടങ്ങിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ഭാഗ്യനാഥൻ അൻസില കരീമിനെ പൊന്നാട അണിയിച്ചും കേക്ക് മുറിച്ചും മധുരം നൽകിയും സന്തോഷം പങ്കിട്ടു. സൗത്ത് ഇന്ത്യൻ ലാർജസ്റ്റ് ബ്രൈഡൽ കോണ്ടസ്റ്റ് 2025 ജ്വാല സീസൺ 1-ൽ
പല ജില്ലകളിൽ നിന്നായി വധുവിനെ അണിയിച്ചൊരുക്കൽ മത്സരത്തിൽ 40ഓളം മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ പങ്കെടുത്തു. 2 മണിക്കൂറിനുള്ളിൽ ഏറ്റവും നന്നായി വധുവിനെ അണിയിച്ചൊരുക്കുന്ന മത്സരത്തിൽ തൃശൂർ ജില്ലയിൽ ഊരകത്ത് നിന്ന് വന്ന അർഷാന മേക്ക് ഓവറിലെ അൻസില കരീം എന്ന മേക്കപ്പ് ആർട്ടിസ്റ്റ് ടൈറ്റിൽ വിന്നറായി 1ാം സ്ഥാനത്തെത്തി. അനുമോദന ചടങ്ങിൽ ജ്വാല ബ്രൈഡൽ കോൺടെസ്റ്റ് പ്രൈസ് മണി സ്പോൺസർ ചെയ്ത ലക്സ് വെലോസിറ്റി അക്കാദമി അംഗങ്ങളായ സമദ് അഡോൺ, അഭിരാമി ശബരിനാഥ്, ഫസീല അൻസാർ എന്നിവർ ചേർന്ന് സമ്മാനത്തുക കൈമാറി. ചെർപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സുരേഷ്, ജ്വാല ബ്രൈഡൽ കോൺടെസ്റ്റ് സ്പെഷ്യൽ ജൂറി അംഗങ്ങളായ മിനി മുരുകൻ, അജൂബ റഹ്മത്ത്, പൂജ ജഗൻ, അഭിരാമി ശബരിനാഥ്, സജിത ജോഷി, ഷോ ഡയറക്ടർ റിസ്ബാന ഷഫീഖ്, കോർഡിനേറ്റർ വിജെ, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് വിജി ചന്ദ്രൻ, മേക്കപ്പ് സ്റ്റുഡിയോ ഓണറായ ഷിഹാബ്, കോൺടെസ്റ്റ് വിന്നർ അൻസില കരീം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി വിമൻസ് അംഗങ്ങൾ എന്നിവർ സംസാരിച്ചു. ചടങ്ങിൽ സഹപ്രവർത്തകർ, കുടുംബാംഗങ്ങൾ എന്നിവർ പങ്കെടുത്തിരുന്നു. ഞാൻ ഏറ്റവും ആദ്യമായി പോയത് തൃശ്ശൂർ കോമ്പറ്റീഷനാണ്. അവിടെ ഒരു 10-55 പേരുണ്ടായിരുന്നു. അതിലൊരു 7ാം സ്ഥാനമൊക്കെ നിന്നപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷമുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടി പോയി നോക്കാന്ന് വെച്ചിട്ട് പിന്നെ പോയതാണ് നമ്മുടെ കൊടുങ്ങല്ലൂര് പിൻസിൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് പോയപ്പോൾ എനിക്ക് അവിടെ 2nd കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഒന്നുകൂടി പോയി കഴിഞ്ഞാൽ ഒന്നുകൂടി എന്തെങ്കിലും കിട്ടും, ഇന്നാവാൻ സാധിക്കും മനസ്സിലൊരു തോന്നൽ വന്നിട്ട് പിന്നെ പോയതാണ് തിരുവനന്തപുരത്ത്. പക്ഷെ അവിടെ എനിക്ക് വിചാരിച്ച പോലത്തെ അങ്ങനെ പൈസ ഒന്നും ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് ഫേസ് മേക്കപ്പിന് മാത്രമേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് നമ്മുടെ ആലുവയിലുണ്ടായിരുന്നു നാമജാല ആ പ്രോഗ്രാമിലായിരുന്നു. അപ്പോൾ അതിനും ഇതുപോലെ തന്നെ എനിക്ക് 2nd റണ്ണറപ്പ് ആവാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു അവിടെ. അപ്പോൾ എന്നാലും ഞാൻ പിന്മാറാനൊന്നുമില്ല. എനിക്കൊരു മനസ്സിലൊരു തോന്നലുണ്ടായിരുന്നു, ഒന്നുകൂടിയും പോയി കഴിഞ്ഞ് ഇതിനൂടെയും ഞാൻ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടാലും എനിക്ക് ഇതിൽ എന്തെങ്കിലും വിൻ ചെയ്യാൻ പറ്റുന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അങ്ങനെ അവസരം കൊടുത്തപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ നമ്മളിൽ തന്നെ വ്യാപാരികളായിരുന്നുള്ളൂ. ആ സമയത്ത് വ്യാപാരികളായിപ്പെട്ടുന്നുള്ളൂ. പക്ഷെ അതിൽ തന്നെ കുറേയധികം ആളുകൾ മറ്റു കലാപരമായിട്ട് മറ്റുള്ള വാസനകളുണ്ട്, ഉള്ളവരുണ്ട് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ തന്നെ ഒരു മെമ്പർ കഥാപ്രസംഗം വരെ അവതരിപ്പിച്ചു. ഞങ്ങളുടെ ഒരു ജനറൽ സെക്രട്ടറി ഒരു നാടകത്തിൻ്റെ സ്ക്രിപ്റ്റ് കൊടുത്തിട്ട് ഒന്ന് അവതരിപ്പിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. പലരും അഭിനയത്തിൻ്റെ ആ തങ്ക സെറ്റിയിൽ പോകുന്ന കാഴ്ചകളാണ്. അപ്പോൾ നമ്മളിൽ തന്നെ പലരും കലാപരമായിട്ടും ഇത്ര കഴിവുകളുണ്ട്. പക്ഷേ നമ്മുടെ പ്രൊഫഷൻ ഏതാണ് തിരഞ്ഞെടുത്ത് അവിടെ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് ചോദ്യമായി. എന്തായാലും കരീമിനെ ഇവിടുത്തെ കരീമിനും അവരുടെ അൻസില കരീമിനും ഇവിടെ വ്യാപാര സമൂഹത്തിന് വേണ്ടി എല്ലാ അനുമോദനങ്ങളും അർപ്പിക്കുകയാണ്. വെങ്ങണശ്ശേരി NSS കരയോഗത്തിന്റെ നേതൃത്വത്തിൽ സംഘം അംഗങ്ങളുടെ വിദ്യാർത്ഥികളായ മക്കൾക്ക് പഠനോപകരണ വിതരണവും ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും നൽകി ആദരിച്ചു. വെങ്ങണശ്ശേരി കരയോഗം പ്രസിഡന്റ് രമേശ്, സെക്രട്ടറി വേണു വിജി എന്നിവർ ചേർന്ന് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്ക് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി അനുമോദിച്ചു. ചേർപ്പ് ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ LKG, UKG കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രധാനാധ്യാപിക ജില്ലി ജോസ് ഉദ്ഘാടനം ചെയ്തു. റിട്ടയർഡ് അധ്യാപകരായ സുജിനി, ത്രേസ്യാമ, ഹേമലത, ലീല, നദീറ, സഫിയ, വത്സല എന്നിവർ ചേർന്ന് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. PTA പ്രസിഡന്റ് MS അലക്സി, PTA വൈസ് പ്രസിഡന്റ് VH ഹുസൈൻ, KG ടീച്ചർമാരായ ഷാമില, സ്മിത, മറ്റു അധ്യാപകർ തുടങ്ങിയവർ സംസാരിച്ചു. KSFE ചേർപ്പ് ബ്രാഞ്ചിന്റെ ആഭിമുഖ്യത്തിൽ CNN ബോയ്സ് വിദ്യാലയത്തിലേക്ക് വിദ്യാർത്ഥികൾക്കായി വാട്ടർ പ്യൂരിഫയർ നൽകി. KSFE തൃശൂർ അസിസ്റ്റന്റ് ജനറൽ മാനേജർ P അനിൽകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഹെഡ് മിസ്ട്രസ് PM രജനി അധ്യക്ഷത വഹിച്ചു. എക്കോ ക്ലബ് കൺവീനർ PS റോഷ്, KSFE ചേർപ്പ് ബ്രാഞ്ച് മാനേജർ ഷെർലി JG, അധ്യാപകരായ ഡിജിൽ KD, രഞ്ജിത്ത് KR, KSFE ബ്രാഞ്ച് ഉദ്യോഗസ്ഥർ, അധ്യാപകർ, വിദ്യാർത്ഥികൾ എന്നിവർ പങ്കെടുത്തു. ചിറക്കൽ മാട്ടുമൽ റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് ചാഴൂർ മണ്ഡലം കമ്മിറ്റി. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന സെക്രട്ടറി സുനിൽ ലാലൂർ സമരം ഉദ്ഘാടനം ചെയ്തു. അധികാരത്തിൽ വന്നവരെ
മുട്ടിലഴഞ്ഞാണ് ഈ ചെളിയിലൂടെ ഞങ്ങൾ ഈ പ്രതിഷേധ സമരം നടത്തുന്നത് എന്നുള്ളതാണ്. നമുക്കറിയാം, നമ്മുടെ ഈ പ്രദേശത്ത് തൃപ്രയാർ ചേർപ്പ് വഴി തൃശ്ശൂരിലേക്ക് പോകുന്ന പാത, അതിന്റെ പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അനാസ്ഥയും ആ പാല നിർമ്മാണത്തിന്റെ സാങ്കേതിക പ്രശ്നം കാരണം കുറെ കാലങ്ങളായി നീണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ ജൂൺ 1 മുതൽ സ്കൂൾ കുട്ടികൾക്ക് വേണ്ടി തുറന്നു കൊടുക്കേണ്ട പാത പോലും അത് സമയബന്ധിതമായി തീർപ്പ് കൽപ്പിക്കാതെ യാത്രാ ദുരിതം പേറി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കാലവർഷം എന്ന് പറയുന്നത് ഒരു കെടുകാര്യസ്ഥ രീതിയിലാണ് കാലാവസ്ഥ വരുന്നത്. ന്യൂനമർദ്ദം വരുന്നു, 5 ദിവസം 6 ദിവസം നിരന്തരം മഴയാണ് കാണാൻ കഴിയുന്നത്. ആ ഭീകര മഴ പോലും കാണാൻ കഴിയാത്ത അധികാരികൾ ഈ പാലത്തിന്റെ നടുവിലൂടെ കുട്ടികൾ കടന്നു പോകുമ്പോൾ ആശങ്കയോടുകൂടിയാണ് വ്യാപാരി സുഹൃത്തുക്കളും തൊഴിലാളി സുഹൃത്തുക്കളും നമ്മളെപ്പോലുള്ള പൊതുപ്രവർത്തകരും കാണുന്നത് എന്നുള്ളതാണ്. അതിനെ സഞ്ചാരയോഗ്യമാകാവുന്ന രീതിയിൽ യാത്രാ ക്ലേശം അനുഭവിക്കുന്ന ആളുകൾക്ക് സഞ്ചാരയോഗ്യമാകുന്ന രീതിയിൽ അതിനെ പ്രത്യേക റോഡുകൾ സജ്ജീകരിക്കാൻ പഞ്ചായത്ത് തയ്യാറാകേണ്ടിയിരുന്നു. പഞ്ചായത്ത് കഴിഞ്ഞ 40-45 വർഷക്കാലമായി ഇടതുപക്ഷം കട്ടുപിടിച്ചുകൊണ്ടിരിക്കുന്ന ഈ പഞ്ചായത്തിൽ കെടുകാര്യസ്ഥത മാത്രമാണ് പ്രിയമുള്ളവരെ ഉള്ളത്. മണ്ഡലം പ്രസിഡന്റ് ഷൈജു സായറാം അധ്യക്ഷത വഹിച്ചു. ചാളൂർ പഞ്ചായത്തിലെ 7-8 വാർഡുകളിലൂടെ കടന്നുപോകുന്ന റോഡാണ് ചളി നിറഞ്ഞ കാൽനടയാത്രക്കാർക്ക് പോലും സഞ്ചാരയോഗ്യമല്ലാത്ത അവസ്ഥയിലുള്ളത്. ചിറക്കൽ പാലം പണിയുടെ ഭാഗമായി തൃപ്രയാർ ചേർപ്പ് റോഡ് താൽക്കാലികമായി അടച്ചതോടെ ഈ പ്രദേശത്തുള്ളവർക്ക് ചേർപ്പ് തൃശൂർ ഭാഗത്തേക്ക് പോകാനുള്ള ഏക മാർഗമാണ് ഈ റോഡ്. ഇതിലൂടെ 100 കണക്കിന് ബൈക്ക് യാത്രികരാണ് ദിനം പ്രതി സഞ്ചരിക്കുന്നത്. ഇതാണ് ചളി നിറഞ്ഞ് നടന്നു പോകാൻ പോലും പറ്റാത്ത അവസ്ഥയിലായത്. റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ തയ്യാറാകാത്ത ചാളൂർ പഞ്ചായത്ത് അധികൃതരുടെ നടപടിയിൽ പ്രതിഷേധിച്ചാണ് കോൺഗ്രസ് ചാളൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വേറിട്ട സമരം സംഘടിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് ജോൺ ജേക്കബ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റുമാരായ രാജേഷ് KK, പരമശിവൻ CM, അശോകൻ കോമത്തുകാട്ടിൽ, അനിൽ പട്ടശ്ശേരി, സുധി കാട്ടുപറമ്പിൽ, ഉണ്ണികൃഷ്ണൻ ഏങ്ങൂർ, റാഫി കൊമ്പൻ, CK പോൾ, പഞ്ചായത്ത് അംഗം ഷീബ ഫ്രാൻസിസ്, അബ്ദുള്ള കോടഞ്ചേരി, കുഞ്ഞൈമു പെരുമ്പിടിക്കുന്ന് എന്നിവർ നേതൃത്വം നൽകി. വലപ്പാട് കഴിമ്പ്രത്ത് മദ്യപിച്ച് ബഹളമുണ്ടാക്കിയത് ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യത്താൽ ഒരു കുടുംബത്തിലെ 3 പേരെ ആക്രമിച്ച കേസിൽ 3 യുവാക്കളെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. വലപ്പാട് കഴിമ്പ്രം സ്വദേശികളായ കോലാട്ടുപുരയ്ക്കൽ വീട്ടിൽ 24 വയസ്സുള്ള അനന്തു, ചളിങ്കാട്ടിൽ വീട്ടിൽ 25 വയസ്സുള്ള ശൈഷ്ണവ്, വലപ്പാട് തിരുപ്പഴഞ്ചേരി വെള്ളാനി വീട്ടിൽ 20 വയസ്സുള്ള ശ്രീരാം എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി 9 മണിയോടെ കഴിമ്പ്രം തവളക്കുളം സ്വദേശിയുടെ വീടിന് സമീപം പ്രതികൾ മദ്യപിച്ച് ഇയാളെയും ഭാര്യയെയും മകളെയും ആക്രമിച്ച് പരിക്കേൽപ്പിക്കുകയും മാനഹാനി വരുത്തുകയും ചെയ്ത സംഭവത്തിന് വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തിരുന്നു. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. അനന്തുവിന് അന്തിക്കാട് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് ബീഡി വലിച്ചതിനുള്ള ഒരു കേസുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ എബിൻ, CPOമാരായ സുനീഷ്, ജസ്ലിൻ തോമസ്, ശ്രാവൺ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അറസ്റ്റ്. വൈരാഗ്യത്താൽ യുവാവിനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയെ വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തു. നാട്ടിക ചേർക്കര സ്വദേശി കുറുപ്പത്തു വീട്ടിൽ 23 വയസ്സുള്ള ഹരിനന്ദൻ എന്നയാളെയാണ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ ഞായറാഴ്ച രാത്രി മുറ്റിച്ചൂർ പാലത്തിന് സമീപം വെച്ച് ചേർക്കര സ്വദേശി പീഴി വീട്ടിൽ 29 വയസ്സുള്ള ബിബാഷ് ജ്യേഷ്ഠന്മാരോടൊപ്പം നടക്കുന്നതിലുള്ള വൈരാഗ്യത്താലാണ് 2 പേർ ചേർന്ന് ആക്രമിച്ച് പരിക്കേൽപ്പിച്ചത്. സംഭവത്തിൽ ബിബാഷിന്റെ പരാതിയിൽ വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു. നടപടിക്രമങ്ങൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഹരിനന്ദന് 2025 വലപ്പാട് പോലീസ് സ്റ്റേഷനിൽ വധശ്രമ കേസുണ്ട്. വലപ്പാട് പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ MK രമേശ്, സബ് ഇൻസ്പെക്ടർ എബിൻ, ASI ചഞ്ചൽ, CPO സുനീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പഴുവിൽ ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം ഭക്തിസാന്ദ്രമായി ആഘോഷിച്ചു. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ചെറുമുക്കുമന വിഷ്ണുനാരായണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു.
മേൽശാന്തി ശങ്കർ നമ്പൂതിരി, കീഴ്ശാന്തി ദാമോദരൻ നമ്പൂതിരി എന്നിവർ സഹകാർമ്മികരായി പങ്കെടുത്തു. രാവിലെ വിശേഷാൽ പൂജകൾക്ക് ശേഷം കാഴ്ചശീവേലി നടന്നു. പഴുവിൽ രഘുമാരാരുടെ നേതൃത്വത്തിൽ വാദ്യമേളം നടന്നു. തുടർന്ന് ഉച്ചയ്ക്ക് അന്നദാനം നടന്നു. പഴുവിൽ ദേവസ്വം ഓഫീസർ PU നന്ദനൻ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, ട്രഷറർ EC അനിൽ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര താന്യം ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിൽ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചു. മഹാത്മാഗാന്ധി റോഡ് പരിസരത്തു നിന്ന് ആരംഭിച്ച ശുചീകരണ പരിപാടി വാർഡ് മെമ്പർ ആൻഡോ തൊറയൻ ഉദ്ഘാടനം ചെയ്തു. മഴ ഇപ്പോൾ ഈ ജൂൺ മാസം തൊട്ടാണ് സാധാരണഗതിയിലൊക്കെ നമ്മൾ മുൻ വർഷങ്ങളിലൊക്കെ തന്നെ മഴ എത്തിച്ചേരാറ്. പക്ഷേ ഈ വർഷം മെയ് ലാസ്റ്റ് വാരം തന്നെ മഴ എത്തുകയും നമ്മുടെ തോടുകളും കുളങ്ങളും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നീരുറവകളൊക്കെ തന്നെ നിറഞ്ഞു കഴിഞ്ഞിട്ട് നിൽക്കുകയാണ്. എന്നിരുന്നാൽ പോലും ഏറ്റവും തടസ്സമുള്ള ഭാഗങ്ങളിൽ അതിനെ വെള്ളത്തിൻ്റെ ഒഴുക്ക് സുഗമമാക്കുന്നതിനും അതിൽ ചപ്പുചവറുകൾ തടഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കിക്കൊണ്ട് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഈ ശുചീകരണ യജ്ഞം. ഇതിനെ എത്തിച്ചേർന്നിരിക്കുന്ന ഏകദേശം വാർഡിലൊരു 50ഓളം പേര് ഇവിടെ എല്ലാവരും എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ തന്നെ ഇതിൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. വാർഡിലെ കാനകളിലെ നീരൊഴുക്കിന് തടസ്സമായി നിൽക്കുന്ന വസ്തുക്കൾ നീക്കം ചെയ്ത് വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിന്റെ ഭാഗമായാണ് പ്രവർത്തികൾ ആരംഭിച്ചത്. CDS മെമ്പർ സുഭദ്ര രവി, ആശാവർക്കർ സുശീല രാജൻ, അംഗൻവാടി ടീച്ചർമാരായ അഞ്ജു KB, അഷ്ടമി, തൊഴിലുറപ്പ് മേറ്റുമാരായ കിസ്മത്ത് പിയൂസ്, ലില്ലി ജോസ് കൊമ്പൻ, ഇന്ദിര മോഴിപ്പറമ്പിൽ, സജിത സുനിൽ, ഹരിതകർമ്മസേന അംഗങ്ങളായ ലിറ്റ ജോസ്, രമ മണികണ്ഠൻ, ALMC അംഗമായ ലൂയിസ് താണിക്കൽ, രേണുക, റിജു, ഗിരിജ കോടപ്പുള്ളി എന്നിവർ നേതൃത്വം നൽകി. 50ഓളം പേർ വന്നതിൽ 3 ടീമുകളായി തിരിച്ചാണ് ശുചീകരണ പരിപാടി നടത്തിയത്. പുതുക്കാട് സെന്ററിൽ പ്രവർത്തിക്കുന്ന കാന്താരി തട്ടുകടയിൽ നിന്നും വാങ്ങിയ മാംസാഹാരത്തിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തി. ആരോഗ്യ വിഭാഗവും പഞ്ചായത്തും ചേർന്ന് തട്ടുകട അടപ്പിച്ചു. യാത്രാസംഘം വാങ്ങിയ മാംസാഹാരത്തിൽ ജീവനുള്ള പുഴുവിനെ കണ്ടെത്തുകയായിരുന്നു. കുട്ടികളടക്കമുള്ളവർ ഈ ഭക്ഷണം കഴിച്ചു. യാത്രാസംഘത്തിന്റെ പരാതിയിൽ ആരോഗ്യവകുപ്പും ഭക്ഷ്യസുരക്ഷാ വിഭാഗവും കടയിൽ പരിശോധന നടത്തി. തുടർന്ന് തട്ടുകടയിലേക്കുള്ള ഭക്ഷണം ഒരുക്കുന്ന നെന്മണിക്കരയിലും ചെങ്ങാലൂരിലുമുള്ള കടയുടമസ്ഥരുടെ വീടുകളിലും പരിശോധന നടത്തി. ഹെൽത്ത് ഇൻസ്പെക്ടർ, ഗ്രാമപഞ്ചായത്ത് അധികൃതർ അടങ്ങുന്ന സ്ക്വാഡും ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ എന്നിവരടങ്ങിയ സംഘമാണ് പരിശോധന നടത്തിയത്. വളരെ മോശമായതും വൃത്തിഹീനമായതുമായ സാഹചര്യത്തിലാണ് ഭക്ഷണം പാചകം ചെയ്യുന്നതെന്ന് അധികൃതർ കണ്ടെത്തി. വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്ന തട്ടുകടയിൽ അപാകതകൾ പരിഹരിക്കുന്നതുവരെ തുറക്കാൻ പാടില്ലെന്നും അധികൃതർ ഉത്തരവ് നൽകി. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫുൾ ടൈം ക്ലീനിംഗ് സ്റ്റാഫിന്റെ താൽക്കാലിക ഒഴിവിലേക്കുള്ള കൂടിക്കാഴ്ച 9/6/2025 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് സ്കൂൾ ഓഫീസിൽ നടക്കും. താൽപ്പര്യമുള്ളവർ 9495275165 എന്ന നമ്പറിലോ നേരിട്ടോ ബന്ധപ്പെടാവുന്നതാണ്. അമ്മാടം മുള്ളക്കര കുണ്ടൂര് ശങ്കരൻ മകൻ കുമാരൻ നിര്യാതനായി. 77 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 9090 രൂപ, പവന് 72,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കേരള സംസ്ഥാന സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പ് നൈപുണി വികസന കേന്ദ്രം സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായി GVHSS ചേർപ്പ് സ്കൂളിൽ തുടക്കം കുറിച്ച ഇലക്ട്രീഷ്യൻ, ഡൊമസ്റ്റിക് സൊല്യൂഷൻ, കോസ്മെറ്റോളജി എന്നീ തൊഴിലധിഷ്ഠിത കോഴ്സുകളുടെ ഉദ്ഘാടനം നടന്നു. പാറളം ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്മാടം ഗവൺമെന്റ് LP സ്കൂളിൽ നടത്തിവരുന്ന പ്രഭാത ഭക്ഷണ പരിപാടി 5ാം വർഷത്തിലേക്ക്.
പാർളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഈ അധ്യയന വർഷത്തെ പ്രഭാത ഭക്ഷണ വിതരണം ഉദ്ഘാടനം ചെയ്തു. ഊരകം അമ്മത്തിരുവടി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷങ്ങൾക്ക് തുടക്കമായി. റോഡിൽ അപകട ഭീഷണിയെന്ന് ചൂണ്ടിക്കാട്ടിയിട്ടും നടപടിയുണ്ടായില്ല. സ്കൂട്ടർ യാത്രികൻ അപകടത്തിൽപ്പെട്ടു. വല്ലച്ചിറ പഞ്ചായത്തിലെ ഷാപ്പു ജംഗ്ഷൻ മുതൽ തൈക്കാട്ടുശ്ശേരി വരെയുള്ള റോഡിൽ പൊതുജനങ്ങൾ ദുരിതയാത്ര തുടരേണ്ട ഗതികേടിൽ. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.